ക്രിസ്ത്യൻ ബോയ് ഫ്രണ്ടും ക്രിസ്മസ് ട്രീയും എന്തായാലും ഒരു കോമ്പിനേഷൻ. ഞാൻ ആദ്യമായിട്ട് +1 പഠിക്കുമ്പോഴാണ് കേട്ടോ എനിക്കൊരു ക്രിസ്മസ് ട്രീ വേണമെന്ന് ആഗ്രഹം വരുന്നത്. അതിനു മുമ്പ് ആഗ്രഹം ഉണ്ടെങ്കിലും അന്നേരമാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വരുന്നത്. അങ്ങനെ ഞാൻ പോയി നിഖിലിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കണമെന്ന്. എൻ്റെ ഇത്തരത്തിലുള്ള പല അടവുകളും ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് അവൻ്റെ അടുത്താണ് കേട്ടോ. അങ്ങനെ ക്രിസ്മസ് ട്രീ കാത്തിരുന്ന എനിക്ക് സംഭവിച്ചത് മറ്റൊരു ദുരന്തമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, റിജോയുടെ കാര്യം വീട്ടിൽ പൊക്കി. ആദ്യമായി പൊക്കുന്നതല്ല, പലതവണ ഇതിനു മുമ്പ് പലപ്പോഴും പൊക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഒന്നും കൂടെ പൊക്കി. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം എൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. അയ്യോ, റിജോ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് അവരൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങി തരുമോ, ഇനി അതുകൊണ്ടിട്ടാണോ ഞാനൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കണം എന്ന് അവരോട് പറഞ്ഞ് അങ്ങനത്തെ കുറേ മണ്ടൻ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി കേട്ടോ. അന്നത്തെ ആ പ്രായത്തിൻ്റെ ഒരു ഇതിൽ തോന്നിയതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നതെന്നും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്നും അന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ വീട്ടിൽ റിജോയുടെ കാര്യം പൊക്കി വിഷമിച്ചിരിക്കുന്ന എനിക്ക് നല്ലൊരു കിടിലൻ ക്രിസ്മസ് ട്രീയും കുറേ ക്രിസ്മസ് ഡെക്കോറും ലൈറ്റ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ അന്ന് രാത്രി നിഖിൽ വന്നത്. പിന്നെ അവരിതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാട്ടിൽ വളരെ ഉത്തരവാദിത്വം, നമ്മുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കറക്റ്റായിട്ട് വീട്ടിൽ ഒറ്റി കൊടുക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അങ്ങനെ പല സഹായികൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അവരിൽ ആരും ഒന്ന് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ അവരുടെ ഉദ്ദേശമൊന്നും അന്നും ഇന്നും നടന്നിട്ടില്ല കേട്ടോ. കാരണം എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഫാമിലി എൻ്റെ ഹാപ്പിനെസ്സിനാണ് കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെനിക്ക് മനസ്സിലാക്കി തന്ന പല സാഹചര്യങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിന് വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ അന്ന് നിഖിൽ ആ ക്രിസ്മസ് ട്രീ ആയിട്ട് കൊണ്ടു തന്ന. അന്ന് രാത്രി കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ റിഗ്രറ്റും കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇവർ പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കുന്നില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും ഓർത്തു വെച്ച് അവരെൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിൽ ഉറപ്പായി, എന്തൊക്കെ വന്നാലും ലാസ്റ്റ് ഇവർ റിജോയുടെ കാര്യം സമ്മതിക്കുമെന്ന് എനിക്ക് അന്ന് രാത്രി ഉറപ്പായി കേട്ടോ. അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.